ഹലോ ഗൈസ്, വെൽക്കം ടു ബിഗ് ബോസ് ബസ് മലയാളം. സോ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു നമ്മൾക്കിപ്പം ബിഗ് ബോസ് 6 സീസൺസ് മലയാളത്തിൽ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പം നമുക്ക് ഒരു റീക്യാപ്പ് എടുത്താലോ? ഒരു ആറ് ആറ് സീസണിൽ എങ്ങനെയായിരുന്നു ബിഗ് ബോസ് മലയാളത്തിൽ നടത്തിയിരുന്നതെന്ന് ഒരു ചെറിയ റീക്യാപ്പ്. ആൻഡ് ഫസ്റ്റ് ഓഫ് ഓൾ സോ ഔട്ട് ഓഫ് ദി 6 സീസൺ, ഞാൻ ഓൾറെഡി കഴിഞ്ഞ വീഡിയോ പറഞ്ഞു, നമുക്ക് അപ്പ് ആൻഡ് ഡൗൺസ് ആണ്. ഭയങ്കര ഹൈപ്പിലുള്ള, ബേസിക്കലി ഹൈപ്പിലുള്ള സീസൺസ് ഉണ്ടായിരുന്നു, കുറച്ച് ഡൗൺ ആയിട്ടുള്ള സീസൺസ് ഉണ്ട്. ബട്ട് ഓൾ ടുഗദർ എല്ലാവരും നല്ല, എന്താ, ആ, നല്ല ഓൾ ടുഗദർ നല്ല രീതിയിലാണ് എല്ലാ കണ്ടസ്റ്റൻസും എല്ലാ സീസണിലും പങ്കെടുത്തിട്ടുള്ളത്. സോ ബേസിക്കലി കമ്മിങ് ടു ഫസ്റ്റ് സീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അത് മലയാളത്തിൽ തന്നെ മലയാള ചരിത്രത്തിൽ, മലയാളികളുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് സംഭവിക്കുന്നതാണ് ബിഗ് ബോസ് മലയാളം സീസൺ 1. സോ അതുകൊണ്ട് നമ്മളുടെ മലയാളികൾക്ക് അത്ര അവെയർ ആയിട്ടുള്ള ഒരു ഗെയിം ഫോർമാറ്റ് ആയിരുന്നില്ല ബിഗ് ബോസ്. സോ ആൾക്കാർക്ക് ക്യൂരിയോസിറ്റി ഉണ്ട്, ആൾക്കാർ ക്രിട്ടിസൈസ് ചെയ്തു. എന്താ എന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർ കണ്ടിട്ടില്ലാത്തൊരു ഫോർമാറ്റ് ആയിരുന്നു. അപ്പോൾ മറ്റു ഭാഷകളിലൊക്കെ ഇതേ സമയം പല സീസണുകൾ ഓൾറെഡി കംപ്ലീറ്റ് ആയിട്ടുണ്ട്. പക്ഷെ നമ്മൾ ചില കുറച്ച് മലയാളീസൊക്കെ കണ്ടിട്ടുണ്ടാവും പല പല സീസണുകളും, പല ലാംഗ്വേജസും. ബട്ട് മലയാളികളെ സംബന്ധിച്ച്, ഒരു മാക്സിമം നമ്പർ ഓഫ് മലയാളികളെ സംബന്ധിച്ച് ഇതൊരു പുതിയൊരു അനുഭവമായിരുന്നു. സോ നമ്മളെപ്പോഴും ക്ലോസ് ടു ഹേർട്ട് എന്ന് പറയാവുന്ന ഒരു സീസൺ ആയിരുന്നു ഫസ്റ്റ് സീസൺ. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെയധികം ടാലൻസ് ഉള്ള സീസൺ ആയിരുന്നു. സെലിബ്രിറ്റീസ് ഒത്തിരി ഉണ്ടായിരുന്നു. ഫോർ എക്സാമ്പിൾ ശ്വേത മേനോൻ, സാബു മോൻ, അർച്ചന സുശീലൻ, അരിസ്റ്റോ സുരീഷ്, പേളി മാണി, പിന്നെ അതുപോലെ തന്നെ സീരിയലിൻ്റെ രഞ്ജിനി ഹരിദാസ്, പിന്നെ സീരിയലിൻ്റെ അനൂപ് ചന്ദ്രൻ, ദീപക് മുരളി, ബഷീർ ബഷി, അതുപോലെ തന്നെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുണ്ടായിരുന്ന ഷിയാസ് കരീം. അങ്ങനെ കുറേ അധികം എന്താ ആൾക്കാർ, സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഫസ്റ്റ് സീസണിലുണ്ടായിരുന്നു. വളരെ നല്ല ഗെയിംസ് കാണാനും നമുക്ക് കഴിഞ്ഞു. പക്ഷേ നമുക്ക് ലൈവ് ഇല്ലാത്തത് കാരണം ചിലപ്പോൾ ഇവർ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലായിരിക്കും നമ്മൾ കണ്ടിട്ടുള്ളത്. ബട്ട് ഓൾ ടുഗദർ നല്ലൊരു സീസൺ ആയിരുന്നു അത്. നല്ല നല്ല ഫ്രണ്ട്ഷിപ്സ് ഒക്കെ കാണാൻ പറ്റിയ, ഈവൻ രഞ്ജിനി, സാബു, അനൂപ് ചന്ദ്രൻ, അരിസ്റ്റോ സുരേഷ്, ഇവരൊക്കെ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ഇപ്പുറത്തെ സൈഡിലാണെന്നുണ്ടെങ്കിൽ ആരാ, പേളി മാണി, ശ്രീനീഷ്, അതുപോലെ തന്നെ ഷിയാസ്, അവർ ഒരു ഒരു ട്രയോ, എല്ലാം ഒരു നല്ല ഒരു ബാലൻസിൽ പോയൊരു സീസൺ ആയിരുന്നു ഫസ്റ്റ് സീസൺ. നമുക്ക് നല്ല ഗെയിംസ് ഒക്കെ കാണാൻ പറ്റുന്ന, അവർക്ക് ഹാർഡായിട്ടുള്ള ഗെയിംസ് ഉണ്ടായിരുന്നു. ആ, അതുപോലെ തന്നെ നല്ല നല്ല ടാസ്കുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല മനോഹരമായിട്ടാണ് ഫസ്റ്റ് സീസൺ പോയത്. അത് കഴിഞ്ഞിട്ട് ആ സീസണിലെ വിന്നർ എന്ന് പറയുന്നത് സൗമോനായിരുന്നു. ഫസ്റ്റ് റണ്ണറപ്പ് പേളിമണി. സെക്കൻഡ് സീസൺ ആക്ച്വലി അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബിക്കോസ് ഓഫ് കൊറോണയുടെ ഇഷ്യൂസ് ഉള്ളത് കാരണം അവർക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. ബട്ട് എൻ്റെ അതിൽ മെയിൻ കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് രജിത് കുമാർ, ആര്യ, ഫുക്രു, വീണ, തെസ്നി ഖാൻ, സജു നവോദയ, then Alexandra, സുജോ, അലീന പടിക്കൽ, രേഷ്മ, ആർജെ രഘു, മഞ്ജു സുനിച്ച്, അങ്ങനെ വളരെ. പക്ഷേ ഈ ഒരു സീസണിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂടുതൽ അവർ സെലക്ട് ചെയ്തിരിക്കുന്ന കണ്ടസ്റ്റൻസ് എന്ന് പറയുന്നത് സീരിയൽ സൈഡിൽ നിന്ന് ഒരു ഒരു വൈഡ് വെറൈറ്റി ഓഫ് ഏരിയയിൽ നിന്നുള്ള ഒരു അവർ ചൂസ് ചെയ്തത്. അപ്പോൾ അതിൻ്റെതായ ഒരു കുറച്ച് പ്രശ്നമുണ്ട്. ഇവർക്കെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും അറിയാം. അപ്പോൾ ആ ഒരു സീരിയൽ ആക്ടേഴ്സ് എല്ലാം കൂടെ ഒരു ഒറ്റക്കെട്ടായി നിന്നു. എന്നിട്ട് ഇപ്പറേ സൈഡിൽ രജിത് കുമാർ എന്ന് പറഞ്ഞ ഒരു വൺ മാൻ ഷോ. അപ്പോൾ ആ ഒരു ആ, പുള്ളിനെ ഒറ്റപ്പെടുത്തുന്നു എന്നുള്ള ഒരു സ്ട്രാറ്റജി അവിടെ വർക്കായി. അപ്പോൾ അങ്ങനെയാണ് ആ സീസൺ പോയിക്കൊണ്ടിരുന്നത്. പക്ഷേ വലിയൊരു കോളിളക്കമൊക്കെ സൃഷ്ടിച്ച ഒരു കണ്ണിൽ മുളക് തേക്കുന്ന കേസിന്റെ പേരിൽ പുള്ളി പുറത്തായി. പുള്ളിക്ക് അത് കഴിഞ്ഞിട്ട് എയർപോർട്ട് സ്വീകരണമൊക്കെ ലഭിച്ചു. പുള്ളി രാജാവായി തിരിച്ചു വന്നു. അപ്പോൾ അത് അങ്ങനെ ഒരു സീസൺ ആയിരുന്നു. പക്ഷേ അത് എൻഡ് ചെയ്യാൻ പറ്റിയില്ല. അത് കൊറോണ വന്നു. അങ്ങനെ ആ സീസൺ അവിടെ വെച്ച് മറ്റേ ഫിനാലെ ഒന്നും നടത്താതെ ആ സീസൺ അങ്ങ് ക്ലോസ് ചെയ്യുകയായിരുന്നു ചെയ്തത്. അപ്പം സെക്കൻഡ് സീസൺ എന്ന് പറയുന്ന ഒരു ഇൻകംപ്ലീറ്റ് സീസൺ എന്ന് പറയാം. അതുപോലെ തന്നെ സീസൺ അത്ര നല്ലൊരു സീസൺ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് ടോക്സിക് ആയിരുന്നു. ഭയങ്കര ആ, എന്താ, കയ്യേറ്റ ശ്രമങ്ങൾ നല്ല രീതിയിലുണ്ടായിരുന്ന ഒരു സീസൺ ആയിരുന്നു.
കമ്മിങ് ടു സീസൺ ത്രീ കണ്ടസ്റ്റൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ബ്രില്യൻ ചോയ്സ് ഓഫ് കണ്ടസ്റ്റൻസ് ആയിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബേസിക്കലി നല്ല കഴിവുള്ള മനുഷ്യന്മാരായിരുന്നു സീസൺ 3 സീസൺ 3 ഇപ്പം പറയുവാണെന്നുണ്ടെങ്കിൽ നോബി ഉണ്ടായിരുന്നു, റംസാൻ, മണിക്കുട്ടൻ, കിടിലം ഫിറോസ്, അതുപോലെ തന്നെ അനൂപ് കൃഷ്ണൻ, പിന്നെ നമ്മുടെ ഫിറോസ് ഖാൻ, സച്ചന ഫിറോസ്, അനു ആ, അതുപോലെ തന്നെ സായി, അഡോണി, ഋതുമന്ത്ര, സന്ധ്യ മനോജ്. സോ ഇവര് ഭാഗ്യലക്ഷ്മി. സോ ഇവരൊക്കെയാണെന്നുണ്ടെങ്കിൽ അവരവരുടേതായ മേഖലകൾ, ഭാഗ്യലക്ഷ്മി ഇപ്പൊ ഡബിങ് ആർട്ടിസ്റ്റ്, സന്ധ്യ മനോജ് അവരുടെ ഡാൻസ് കാണാൻ തന്നെ ഭയങ്കര ഗ്രേസ് ഉള്ള ഡാൻസ് ആയിരുന്നു. പിന്നെ കിടലൻ ഫിറോസ് എന്ന് പറയുന്നത് പുള്ളിക്ക് വായും കൊണ്ട് എങ്ങനെ വേണേലും പിടിച്ചു നിൽക്കാൻ പറ്റുന്നവരാണ്. മണിക്കുട്ടൻ എന്ന് പറഞ്ഞാൽ മണിക്കുട്ടൻ വേറൊരു ടാലന്റ് ആയിരുന്നു. ഇൻസ്റ്റന്റ്ലി നമ്മളെ പൊട്ടിച്ചിരിപ്പിക്കുന്നത്. പക്ഷെ ഇപ്പോഴും ഞാൻ പലപ്പോഴും മറ്റേ നോബി മണിക്കുട്ടനും തമ്മിൽ ഉള്ള ഒരു കോംബോയില് മറ്റേ കലാ അവര് കുറെ ഡ്രാമയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നല്ലേ, അതൊക്കെ ഇപ്പോഴും കണ്ട് പൊട്ടിച്ചിരിക്കാനും മാത്രമുള്ള ടാലന്റോടുകൂടി ചെയ്തിട്ടുള്ള മനുഷ്യന്മാരാണ്. അപ്പൊ അതുപോലെ തന്നെ റംസാൻ ഋതു ആ ഒരു കോംബോ, അതുപോലെ റംസാൻ അഡോണി. റംസാനൊക്കെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു റോങ് സീസണിൽ വന്ന് പെട്ടു എന്ന് പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സീസൺ നല്ല കണ്ടസ്റ്റൻസ്, നല്ല പൊട്ടൻഷ്യൽ ഉള്ള കണ്ടസ്റ്റൻസുമായിരുന്നു. പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ അവരൊരു നന്മമര സ്റ്റൈലിലേക്ക് പോകാൻ പോയി. എല്ലാവരും നല്ലതായിട്ടിരിക്കണം, ആരും തമ്മിൽ അടിയുണ്ടാക്കൽ, എന്തെങ്കിലും ഒരു ഇത് വന്നു കഴിഞ്ഞാൽ തന്നെ അത് മുന്നോട്ട് കൊണ്ടുപോകാൻ അനുവദിക്കാത്ത രീതിയിൽ അങ്ങ് എന്താ ബാലൻസ് ചെയ്തു പോയി. അപ്പൊ ആ ബാലൻസിങ് ആൾക്കാർക്ക് അത്ര പിടിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അതിനൊരു ഇളക്കം തട്ടിയെന്ന് പറഞ്ഞാൽ ഫിറോസ് ഖാൻ ആൻഡ് സജന മറ്റേ വൈൽഡ് കാർഡ് എൻട്രി ചെയ്താണ്. അപ്പൊ പുള്ളിയാണെങ്കിൽ ഭയങ്കരമായിട്ട് ഒരു ഓളം അവിടെ ഉണ്ടാക്കി. അവരുടെ കോമ്പോസ് അവര് കിടിലം ഫിറോസുമായിട്ടുള്ള ഒരു മറ്റേ ഫിറോസ് ഖാൻ പോയി എല്ലാരെയും പോയി ചൊറിഞ്ഞ് എല്ലാരെയും ഒന്ന് ഇളക്കി. ആ, അതൊരു ആ ഒരു ടൈം നല്ലതായിരുന്നു. പിന്നെ ലാസ്റ്റില് ഫിറോസ് ഖാനെയും സജനയെയും ഇതിൽ നിന്ന് ഗെയിമിൽ നിന്ന് പുറത്താക്കി. അതോടുകൂടി ഉം, വീണ്ടും ബാക്ക്. പിന്നെ അതുപോലെ തന്നെ ഡിംപിൾ ബാൽ, മണിക്കുട്ടൻ, ആ ഒരു കോംബോ, ആ ഫ്രണ്ട്ഷിപ്പ്. പിന്നെ ലാസ്റ്റില് ഈ സീസണും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫൈനൽ വരെ അവർക്ക് ഫിനാലെ അവർ നടത്തി. പക്ഷെ ഒരു ഗെയിം കണ്ടിന്യൂ ചെയ്തിട്ടുള്ള ഒരു ഫിനാലെ അല്ലായിരുന്നു. ആ സമയത്ത് കോവിഡ് ഇഷ്യൂസും ഒക്കെ വന്നിട്ട് അവര് ഫിനാലെ സെപ്പറേറ്റ് ആയിട്ട് നടത്തുകയായിരുന്നു ചെയ്തത്. അപ്പൊ അങ്ങനെ അതില് മണിക്കുട്ടൻ വിജയായി, പിന്നെ സായി സെക്കൻഡ്. അപ്പൊ അങ്ങനെയായിരുന്നു ആ ഒരു സീസൺ പോയത്. ആ, പിന്നെ പറയുവാണെന്നുണ്ടെങ്കിൽ സീസൺ 4 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഒന്നൊന്നര സീസൺ ആയിരുന്നു. എന്താ വെച്ച് കഴിഞ്ഞാൽ നല്ല കണ്ടസ്റ്റൻസ്, ഭയങ്കര റോ ആയിട്ടുള്ള കണ്ടസ്റ്റൻസ്. അവര് ശരിക്കും ബേസിക്കലി വലിയ സെലിബ്രിറ്റീസ് ഒന്നും അല്ലായിരുന്നു ആ സീസണിൽ വന്നത്. പക്ഷേ വന്നിരുന്ന എല്ലാരും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടുള്ള കണ്ടസ്റ്റൻസ് ആയിരുന്നു ആ സീസണിൽ ഉണ്ടായിരുന്നത്. ലക്ഷ്മിപ്രിയ, ദിൽഷ, റോബിൻ, റിയാസ്, ബ്ലെസ്ലി, ജാസ്മിൻ, നവീൻ, കുട്ടിയകിൽ, ഡെയ്സി, റോൺസൺ, അശ്വിൻ, അപർണ, സുചിത്ര, വിനയ്, അങ്ങനെ എന്താ പറയാ, ഇഷ്ടംമാതിരി ആൾക്കാര്. എല്ലാരും ഭയങ്കര ഭയങ്കര റോ ആയിട്ട് ബിഹേവ് ചെയ്യുന്നത്. ഇപ്പം മെയിൻലി ആണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് ആ സീസണിന്റെ ഒരു ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ജാസ്മിൻ ആൻഡ് റോബിന്റെ ആ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള അടിയും, പിന്നെ അതുപോലെ തന്നെ നല്ല ഫ്രണ്ട്ഷിപ്സ് കാണാൻ പറ്റി. ബ്ലെസ്ലി, റോബിൻ, ദിൽഷ അവർ തമ്മിലുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ്, ജാസ്മിൻ, നിമിഷ, അതുപോലെ തന്നെ ആ ഒരു നല്ലൊരു ഫ്രണ്ട്ഷിപ്പ്, അതുപോലെ തന്നെ ലക്ഷ്മിപ്രിയയുടെ കുറേ ആക്ഷൻസ്. പിന്നെ എല്ലാരും ഭയങ്കര പെർഫെക്റ്റ് ആയിട്ടായിരുന്നു. കുറച്ച് ടോക്സിക് ആയിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ടോക്സിക് ആയിട്ടായിരുന്നു. ഈ ഒരു സീസണിലാണ് കുറച്ചുകൂടെ ലേഡീസ് കുറച്ച് എന്താ പറയുന്നത്, ഭയങ്കരമായിട്ട് ഒരു ബോൾഡ് ആയിട്ടുള്ള കുറച്ച് ലേഡീസിനെ കാണാൻ പറ്റി. പിന്നെ ഇവര് ആ, അതുപോലെ തന്നെ ഉം, എന്താ ആ, ആ ഒരു സീസണിൽ വലിയ കോളിളക്കം വരുന്നില്ല. റോബിനെ പുറത്താക്കി, ജാസ്മിൻ വോക്കൗട്ട് ചെയ്തു. അപ്പോൾ നമ്മൾ വിചാരിച്ചു അപ്പൊ ആ ഫസ്റ്റ് ഹാഫ് എന്ന് പറയുന്നത് ഫുള്ളി ആ റോബിൻ എന്നുള്ള ഒരു ഇതിലായിരുന്നു. അപ്പൊ നമ്മൾ ആദ്യമേ വിന്നർ, റോബിൻ ജയിക്കും എന്നുള്ള ഒരു ആറ്റിറ്റ്യൂഡിലായിരുന്നു നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരുന്നത്. ആ ഒരു ഗ്രാഫ് ഇങ്ങനെ പോയിക്കൊണ്ടിരുന്ന ഒരു ഒരു നിമിഷം കൊണ്ട് റോബിൻ പുറത്തായി, പുറകെ ജാസ്മിൻ വോക്കൗട്ടായി. പക്ഷെ മെയിൻ ടു പില്ലേഴ്സ് അങ്ങ് പോയി. അപ്പൊ ഇനി എന്ത് സംഭവിക്കും എന്നുള്ളത്
സമയത്താണ് വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള റിയാസും അത് അതിനെ പൊക്കിക്കൊണ്ട് വന്നത്. അവിടെ നിന്നിട്ട് കളി വേറൊരു ലെവലിലേക്കായി. ആ ഗെയിം റിയാസ്, ബ്ലെസ്ലി, ദിൽഷ, ലക്ഷ്മിപ്രിയ അതിൽ ആ മെയിൻ ഫോക്കസിൽ വന്നിട്ട് ഭയങ്കര രസമായിരുന്നു. ലാസ്റ്റിലോട്ട് വന്നപ്പോഴത്തേനും നല്ല നല്ല അപ്പോൾ ആ ഒരു ഫോർത്ത് സീസൺ എന്ന് പറയുന്നത് ഭയങ്കര ഹൈപ്പുള്ള സീസൺ. ഒത്തിരി ഒത്തിരി പ്രേക്ഷകർ കണ്ടിട്ടുള്ള ഒരു സീസണാവും ആ സീസൺ 4. ഭയങ്കര ടോക്സിക് ആയിരുന്നു, ഭയങ്കര ചേരി തിരിഞ്ഞിട്ടുള്ള ഒരു മത്സരമായിരുന്നു ഫോർത്ത് സീസൺ എന്ന് പറയുന്നത്. എല്ലാവരും എല്ലാവരും നല്ല നല്ല കണ്ടസ്റ്റൻസ് ആയിരുന്നു. ഈവൻ ഡെയ്സി ആണ് പോട്ടെ, നിമിഷയാണ് പോട്ടെ, എല്ലാവരും അവരുടേതായ രീതിയിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. അപ്പം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വളരെ മനോഹരമായിട്ടൊരു സീസൺ ആയിരുന്നു സീസൺ 4 എന്ന് പറഞ്ഞാൽ. ഇവർക്ക് ഏറ്റവും കൂടുതൽ റേറ്റിംഗ് പ്രോഗ്രാമിന് റേറ്റിംഗിനൊക്കെ കിട്ടിയ ഒരു സീസൺ ആയിരുന്നു സീസൺ 4. കമ്മിങ് ടു സീസൺ 5. സീസൺ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സ്ലോ പേസിൽ പോകുന്ന സീസൺ എന്ന് പറയാം. ഇത് മറ്റേ നമുക്ക് പറയാം ഒരു സീസൺ 3യുടെ ഒരു വേറൊരു ലെവലായിരുന്നു സീസൺ 5 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതിൽ മെയിൻ ഉണ്ടായിരുന്നത് അഖിൽ മാരാർ, റെനീഷ, ജുനൈസ്, ഷിജു, സെറീന, നാദിറ, അനിയൻ മിഥുൻ, റിനോഷ്, ദെൻ വിഷ്ണു, അനു, സാഗർ, ശ്രുതി, അഞ്ജുസ്, ദെൻ ഒമർ ലുലു, മനീഷ, ആൻഡ് ശ്രീദേവി, ഐശ്വര്യ, ദെൻ ഗോപിക, ശോഭ, ഏഞ്ചലിൻ ആൻഡ് ഹനാൻ. സോ ഇങ്ങനെ കുറേ അവരും ഭയങ്കര കുറച്ചൊരു ഇവരുടെ പ്രത്യേകത, ഈ കണ്ടസ്റ്റൻസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ ഇവർ ഗെയിമിലൊക്കെ ഭയങ്കരമായിട്ടും മുന്നിൽ നിൽക്കുന്നവരായിരുന്നു. എന്ത് ഗെയിം ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ഭയങ്കര എന്താ പറയുക ഡെഡിക്കേഷനോട് ചെയ്തിരുന്ന ആൾക്കാരായിരുന്നു. പക്ഷെ ഒരു പ്രശ്നം ഇതിലുണ്ടായിരുന്നത് അഖിൽമാരാർ ഭയങ്കരമായിട്ട് വായം കൊണ്ട് സംസാരിക്കുന്ന, നല്ലതായിട്ട് പ്രസന്റ് ചെയ്യാൻ അറിയാവുന്ന ഒരാളാണ്. അപ്പം ആ പുള്ളിയുടെ ഒരു ഓപ്പോസിറ്റ് നിൽക്കാൻ ഒരു സ്ട്രോങ് ആയിട്ട് ഒരു മെയിൽ കണ്ടസ്റ്റന്റോ അല്ല ഒരു ഫീമെയിൽ കണ്ടസ്റ്റന്റോ, ശോഭ നിന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശോഭ ഒരേ ലൈൻ പിടിച്ചത് കാരണം ആ ഒരു നമുക്കൊരു വൺ ഓൺ വൺ നിൽക്കുന്ന ഒരു ഫീൽ ഉണ്ടായില്ല. അപ്പം ഫസ്റ്റ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് സംഭവിച്ചതെന്ന്, ഇപ്പം വിഷ്ണു ഒക്കെയാണ് ഓപ്പോസിറ്റ് നിന്ന് കളിക്കുവാൻ, അല്ലെ റിനോഷും കൂടെ കുറച്ചും കൂടെ ആദ്യം തൊട്ടേ പുള്ളിക്ക് ഒരു ഓപ്പോസിറ്റിൽ നിന്ന് കളിക്കുവായിരുന്നെങ്കിൽ നമുക്ക് കാണാൻ പറ്റിയൊരു നല്ലൊരു ഷോ ആയിരുന്നു. പക്ഷെ ഇവരെല്ലാം വിഷ്ണുവും ബാക്കി കുറേ പേരെല്ലാം കൂടെ അഖിലിന്റെ സൈഡിൽ വന്നു. അപ്പൊ അത് കാരണം ആ ഒരു സൈഡ് മാത്രം സ്ട്രോങ് ആയി. ഇപ്പുറത്ത് ജുനൈസ്, സാഗർ ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആ ഒരു ശോഭയൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും അവർ ആ ഒരു സൈഡ് അത്രയും അങ്ങോട്ട് അപ്പായി അപ്പാണോ എന്ന് വെച്ചാൽ അവർ നന്നായിട്ട് നന്നായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്തു. ബട്ട് മറ്റേ അഖിലിന്റെ സൈഡിനോട് ഒത്തുപിടിച്ച് നിന്ന് പോവാൻ പറ്റുന്ന ഒരു ടീമായിരുന്നില്ല ഇപ്പുറത്തത്. അപ്പൊ അതിൻ്റെതായ ഒരു ഇതുണ്ടായിരുന്നു. പിന്നെ എല്ലാം കുറച്ച് ചിലത് ന്യൂട്രലൈസ് ചെയ്ത് പോകുന്ന പോലെ ഫീൽ ചെയ്തു. പക്ഷെ നല്ലൊരു സീസൺ ആയിരുന്നു. നമുക്ക് അവിടെയും കുറെ ചിരിക്കാൻ ആ ഒരു നല്ല ഫ്രണ്ട്ഷിപ്പ് കോംബോ, മീൻസ് അഖില്, ഷിജു ആൻഡ് വിഷ്ണു, അങ്ങനെ അവരുടെ ഒരു കോംബോ, പിന്നെ ജുനൈസ്, സാഗർ അവരുടെ ഒരു കോംബോ, പിന്നെ ഏഞ്ചലിൻ വന്നിട്ട് ഉള്ള കുറേ തമാശകൾ എല്ലാം അത് നമുക്ക് കുറേ ആസ്വദിക്കാൻ പറ്റി. അങ്ങനെയുള്ളതായിരുന്നു ഒരു സീസൺ 5 എന്ന് പറയുന്നത്. സീസൺ 6ലോട്ട് കടന്നു കഴിയുമ്പോൾ ബേസിക്കലി ഒരു ഓക്കെ സീസൺ എന്ന് പറയാൻ പറ്റുന്ന ഒരു സീസൺ ആയിരുന്നു സീസൺ 6. സോ അവിടെ മെയിനായിട്ട് നിന്നിരുന്നത് ജാസ്മിന്, പിന്നെ ജിൻഡോ, ഗബ്രി ആൻഡ് അൻസിബ, പിന്നെ ആരാ, യമുന റാണി, ഋഷി, സിജോ ജോൺ, ശ്രീതു, ജാൻമണി ദാസ്, രതീഷ്, ശ്രീരേഖ, റോക്കി, പിന്നെ അപ്സര, നൂറ, അർജുൻ. സോ ഇങ്ങനെ കുറെ പേര്, പിന്നെ അതുപോലെ വൈൽഡ് കാർഡായിട്ട് വന്നിട്ടുള്ള സിബിൻ, പൂജ കൃഷ്ണ, അഭിഷേക് ജയദീപ്, അഭിഷേക് ജയ്കുമാർ, ശ്രീകുമാർ ആൻഡ് സായി കൃഷ്ണ, പിന്നെ നന്ദന. അപ്പൊ ഇവരൊക്കെ ആയിരുന്നു. പക്ഷെ സീസണിൽ കുറച്ച് അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ട് എല്ലാം. പക്ഷെ കൂടുതൽ ഫോക്കസ് ആയി പോയത് മറ്റേ
ജാസ്മിൻ ഗബ്രി, പിന്നെ ജാസ്മിൻ്റെ ഗബ്രിയുടെ ജാസ്മിൻ്റെ വൃത്തിയുടെ, അപ്പം ആ ഒരു വൃത്തി എന്നുള്ള ഒരു സംഭവത്തിലേക്കൊക്കെ അങ്ങ് കുറച്ച് ഫോക്കസ് ആയിപ്പോയി. അപ്പം നമുക്ക് പ്രേക്ഷകർക്ക് കാണാനൊരു ഒരു ഇൻട്രസ്റ്റ് തോന്നുന്ന നമ്മളൊരു കണ്ടിന്യൂറ്റി തന്നെ നമുക്കൊന്ന് ഇരുത്താൻ പറ്റുന്ന ആ, ഒരു സീസൺ ആയിരുന്നില്ല ലാസ്റ്റ് സീസൺ. കുറേ ടോക്സിക് പുറത്തൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെളിവാരി എറിയുന്നതും ഒക്കെ ഒത്തിരി ഉണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ. ബട്ട് ഓൾ ടുഗദർ അത്രയ്ക്ക് നമ്മളെ അങ്ങ് രസിപ്പിക്കുന്ന ഒരു സീസൺ ആയിരുന്നില്ല സീസൺ 6. അപ്പം അതില് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഫൈനലിസ്റ്റ് ആയത് അഭിഷേക്, ജിൻഡോ, അർജുൻ, പിന്നെ ഋഷി, ജാസ്മിൻ. അപ്പം സീസൺ 6ലെ വിന്നർ ആയത് ജിൻഡോയാണ്. അപ്പം ഇതാണ് ഓൾ ടുഗദർ ഈ ഫസ്റ്റ് ടു 6 സീസണിലുള്ള റീക്യാപ്പ് എന്ന് പറയുമ്പോൾ. അപ്പം ഇതിനകത്തിൽ നിങ്ങൾക്ക് ആം, ഏത് സീസണാണ് ഏറ്റവും ഇഷ്ടപ്പെട്ടത് എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. സോ ഫോർ ഫോർ മീ, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട ഒരു സീസൺ 1 ആണ്. സീസൺ 1 ബിക്കോസ് ഓഫ് അവർ ഫസ്റ്റ് ടൈം ഇറ്റ്സ് എ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ്. അതുപോലെ കണ്ടസ്റ്റൻസിനെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട സീസൺ 4 ഇഷ്ടപ്പെട്ടാണ്. നല്ല നല്ല പ്ലെയേഴ്സ് നല്ല റോ ആയിട്ട് അവർ ബിഹേവ് ചെയ്തു. അവർ ക്യാമറ എന്നുള്ള ഒരു പേടിയോടുകൂടി ഒന്നും ചെയ്തിട്ടില്ല. അവരെല്ലാം എന്തുണ്ടെന്നുണ്ടെങ്കിലും ഡയറക്റ്റ് ആയിട്ട് അവർ പ്രസന്റ് ചെയ്തു. അത് നല്ലൊരു സീസൺ. പിന്നെ സീസൺ 3 ബിക്കോസ് ഓഫ് ദ കണ്ടസ്റ്റന്റ്, നോട്ട് ബിക്കോസ് ഓഫ് ദ ഗെയിം, ബട്ട് കണ്ടസ്റ്റൻസ് എല്ലാം ഭയങ്കര ടാലന്റ് ഉള്ള ആൾക്കാരായിരുന്നു. അപ്പൊ അത് കാരണം സീസൺ 3. സോ ദീസ് 3 സീസൺസ് ആർ മൈ ഫേവറേറ്റ്. പക്ഷേ മറ്റുള്ള നിങ്ങൾക്ക് വേറെ അഭിപ്രായം ഉണ്ടാവും. പ്ലീസ് കമൻറ്റ് ആൻഡ് ലൈക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് സീസൺ 7 ഇപ്പം ആ, ഈ സൺഡേ സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ ഡിസ്കസ് ചെയ്യാം. നമുക്ക് അവിടെ എങ്ങനെയാണ് പുതിയ കണ്ടസ്റ്റൻസ് എങ്ങനെ ഉണ്ടാവും എന്നുള്ളതിനെ പറ്റിയൊക്കെ നമുക്ക് കാര്യമായിട്ട് വിശകലനം ചെയ്യാം. നമുക്ക് പ്രതീക്ഷിക്കാൻ നല്ലൊരു സീസൺ ആയിരിക്കും. നമ്മൾ ഇപ്പം പ്രൊമോസ് ഒക്കെ വന്നിട്ടുണ്ട്. പ്രൊമോസ് ഒക്കെ വന്നതിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അവർ കുറച്ചും കൂടെ ഇൻറ്റൻസ് ആയിട്ടുള്ളൊരു സീസൺ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ please subscribe my channel and press the bell icon for notifications. Thank you.